ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് സിറ്റിംഗ് റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ, സ്പെഷ്യലി നമ്മുടെ സോഫ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലൊരു സോഫ സെറ്റ് ഉണ്ട്. ഈ സോഫ സെറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്? ഞാൻ സാധാരണ വാക്യൂം ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാക്യൂം ചെയ്ത് പൊടി തട്ടി കളഞ്ഞ് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പക്ഷേ നന്നായിട്ടൊരു ക്ലീനിങ് എന്ന് പറയുന്നത് നടത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് അതൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്ന ഒരു രീതി, അതായത് പുറമേ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഏകദേശം ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലീനിങ് ടെക്നിക്ക്, സോഫ നന്നായി ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ശരിക്കും ഞാൻ സോഫ ക്ലീനിങ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ കേട്ടോ. അതും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ദേ അവിടെ ഇവിടെയൊക്കെ പൊടിയും, പിന്നെ പ്രത്യേകിച്ച് വൈറ്റ് ടൈൽസ് ആയതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്കത് ക്ലീൻ ആക്കണം എന്നുള്ളൊരു ടെൻഡൻസിയാണ്. അങ്ങനെ നമ്മുടെ മൈൻഡ് മോട്ടിവേറ്റഡ് ആവും. ഓക്കെ ഫൈൻ, ഇത്രയും ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളത്.
ഈ ഒരു വെറ്റ് വൈപ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് തുടച്ചെടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വെറ്റ് വൈപ്സ് മതി നമുക്ക് എല്ലാം പൊടികളൊക്കെ തുടച്ചെടുക്കാനും പെട്ടെന്ന് ഒരു ക്ലീനിങ് നമുക്ക് നടത്താൻ എളുപ്പമാണ്. ഈ വെറ്റ് വൈപ്സ് യൂഷ്വലി ട്രാവലിംഗ് പർപ്പസിനാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് തുടയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 2 വെറ്റ് വൈപ്സ് മതി നമുക്ക് ഇത്ര ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് സോഫ ക്ലീനിങ്ങിനുള്ള മിക്സ്ചറിലേക്ക് പോകാം. സാധാരണ ഉള്ള എല്ലാ ക്ലീനിങ് വീഡിയോസിൽ പറയുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വിനെഗർ, സിന്തറ്റിക് വിനെഗറോ സാധാ വിനെഗറോ നമുക്ക് യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡ, സോഡപ്പൊടി, അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ്. അത് ഞാൻ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ്. കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചിട്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പാനിൻ്റെ ലിഡ്, ചെറിയ പാനിൻ്റെ ലിഡ്. ലിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രം മൂടുന്ന ഇതുണ്ടല്ലോ, ആ സംഭവം. പിന്നെ കിച്ചൺ ടവൽ. പിന്നെ ഉണ്ടല്ലോ നേരത്തെ കാണിച്ച മിക്സ്ചർ, ഇപ്പം ഞാൻ ഡയറക്റ്റ് വിനെഗറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂട് വെള്ളത്തിൽ, അതായത് കപ്പ് ചൂടുവെള്ളവും 1/2 കപ്പ് വിനെഗറും ചൊറുക്കയും ഒഴിച്ച് മിക്സ്ചർ ആക്കാം കേട്ടോ. ഇത് ഞാൻ ഡയറക്റ്റ് വിനെഗർ തന്നെയാണ് എടുത്തത്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ കെട്ടിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കാണാം സോഫയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നതും, അതുപോലെ ഒരു ചെറിയ വെറ്റ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനുള്ള പൊടിയും അതിനുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റാത്ത സംഭവങ്ങൾ മുഴുവനും പോലും ഈ ഒരു കിച്ചൺ ടവൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. എത്രത്തോളം പൊടി ആ സോഫയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമുക്ക് സോഫയുടെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാനതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ വേറൊരു ലൈറ്റ് കളറായിട്ടുള്ള ഒരു കിച്ചൺ ടവൽ ഞാൻ മാറ്റി ഉപയോഗിച്ചു കേട്ടോ. ആ സോഫമേ എത്ര അഴുക്കുണ്ടെന്ന് നോക്കിയാൽ മുടി പോലും അതിൽ നിന്ന് ഇങ്ങനെ പോരാണ്. ഈ സോഫയുടെ വിടവുകളിൽ പോലും നമുക്ക് ഇത് ഇങ്ങനെ ചരിച്ച് പിടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലാ പൊടികളൊക്കെ അതുമ്മ പറ്റി പിടിച്ച് നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ വിനെഗറിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഫംഗലോ സോഫയും ഉണ്ടെങ്കിൽ തന്നെ അത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബേക്കിംഗ് സോഡപ്പൊടി എന്ന് പറയുന്നത് എന്തെങ്കിലും ബാഡ് സ്മെൽ എന്തെങ്കിലും ഈ സോഫയും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനും ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ സോഫയൊക്കെ മന്ത്ലി വൺസോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇതൊരു ഹാൻഡ് സാനിറ്റൈസറാണ്, നിങ്ങൾക്കറിയാം അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഇച്ചിരി സ്മെല്ലൊക്കെ തരുന്ന ഒരു ഹാൻഡ് സാനിറ്റൈസറാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലൂടെ എൻ്റെ സോഫ ക്ലീനിങ് ഇവിടെ ഫിനിഷ് ആക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്